സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ നമുക്ക് പഠിക്കാനുള്ളത് പുതിയൊരു പാർട്ണർ ബിസിനസ്സിലേക്ക് വരും. അപ്പോൾ അയാൾ എന്ത് ചെയ്യണം? ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാൾ ബിസിനസ്സിലേക്ക് എന്ത് കൊണ്ടുവരണം? ക്യാപിറ്റൽ കൊണ്ടുവരണ്ടേ? അപ്പോൾ ഫസ്റ്റ് വൺ ക്യാപിറ്റൽ ഓഫ് എ ന്യൂ പാർട്ണർ. ഫസ്റ്റ് വൺ ക്യാപിറ്റൽ ഓഫ് എ ന്യൂ പാർട്ണർ. പുതിയ പാർട്ണറെ ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. പുതിയ പാർട്ണർ ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവരണം. ഞാൻ പറഞ്ഞു അയാൾക്ക് 2 റൈറ്റ്സ് ഉണ്ട്. എന്തൊക്കെയുള്ളത്? റൈറ്റ്സ് ഒന്ന് അസറ്റിന്റെ മുകളിലുള്ള റൈറ്റ്സ് ഉണ്ട്, ഒന്ന് പ്രോഫിറ്റിന് മുകളിലുള്ള റൈറ്റ്സ് ഉണ്ട്. അസറ്റിന്റെ മുകളിലുള്ള റൈറ്റ്സ് ഇട്ടാണെങ്കിൽ അയാൾ ബിസിനസ്സിലേക്ക് എന്ത് ബ്രിങ് ചെയ്യണം? ക്യാപിറ്റൽ ബ്രിങ് ചെയ്തുകൊണ്ടിരിക്കണം. ബ്രിങ് ചെയ്യണം. പിന്നെ പ്രോഫിറ്റിന്റെ മുകളിൽ കണ്ടെങ്കിൽ ഇയാൾ എന്ത് ചെയ്യണം? ബ്രിങ് ദി പോർഷൻ ഓഫ് എന്തിന്റെ മുകളിലുള്ള പോർഷൻ ഓഫ് ഗുഡ്വില്ലിന്റെ ഒരു പോർഷൻ ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ക്യാപിറ്റൽ ഓഫ് ന്യൂ പാർട്ണർ. പുതിയ പാർട്ണർ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന ക്യാപിറ്റൽ. സെക്കൻഡ് വൺ കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രൊഫിഷ്യൻ റേഷ്യോ. അതായത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എയും ബിയും ഉള്ളത്. ഇപ്പോൾ ഇവരുടെ റേഷ്യോ 1:1 ആണ്. സി പറഞ്ഞൊരു പുതിയൊരാൾ വരുന്ന സമയത്ത് ഇവരുടെ റേഷ്യോ മാറുമല്ലോ. അപ്പോൾ ഇനി പുതിയ റേഷ്യോ ഇവരിങ്ങനെ ചെയ്യുന്നത്, അതായത് 1:2:1 ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇത് ഓൾഡ് റേഷ്യോ ആണ്. പുതിയൊരാൾ വന്നപ്പോഴുള്ള ന്യൂ റേഷ്യോ എത്രയായി? ഇതാണ് ന്യൂ റേഷ്യോ. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാനുണ്ടാവും? കാൽക്കുലേഷൻ ഓഫ് ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാനുണ്ടാവും. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത്. മൂന്നാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസിങ് റേഷ്യോ. കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിനിയാന്നൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ബെഞ്ചിൽ 4 പേര് ഇരിക്കുന്നുണ്ട്. എ ഇരിക്കുന്നുണ്ട്, ബി ഇരിക്കുന്നുണ്ട്, സി ഇരിക്കുന്നുണ്ട്, ഡി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരിപ്പോൾ ഇന്നൊക്കെ സമയത്ത് തന്നെ ഓൾറെഡി ഇത് സഫീഷ്യൻ്റ് ആണ്. ഇനിയിപ്പോൾ ഈ സ്പേസ് ഇല്ല. അപ്പം തടിച്ചിട്ടുള്ള ഒരാൾ ഈയും കൂടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും? സ്പേസ് ഉണ്ടാവില്ലല്ലോ. അപ്പം ഈ ഓൾഡ് പാർട്ട്നേഴ്സ് സാക്രിഫൈസ് ചെയ്യുന്ന ആർക്ക് വേണ്ടിയിട്ട്? ന്യൂ പാർട്ട്നേഴ്സിന് വേണ്ടിയിട്ട് അല്ലേ? അത്ര സ്പേസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നില്ലേ? അതേമാതിരി ഓൾഡ് പാർട്ട്നേഴ്സ് സാക്രിഫൈസ് ചെയ്യുന്ന അവരെ പ്രോഫിറ്റ് ആർക്കും വേണ്ടിയിട്ട്? ന്യൂ പാർട്ട്നേഴ്സിന് വേണ്ടിയിട്ട്. നമ്മൾ അത് പഠിക്കും. സാക്രിഫൈസ് റേഷ്യോ അറിയണമെങ്കിൽ ആദ്യം ന്യൂ റേഷ്യോ അറിയണം. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്, കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസിങ് റേഷ്യോ. നെക്സ്റ്റ് വൺ ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വിൽ ഉദ്ദേശിക്കുന്നത് എന്താ അറിയോ? നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് ആ റൈറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ആ റൈറ്റ്സ് അസറ്റിന്റെ മുകളിൽ റൈറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവരണല്ലോ. അതല്ലേ നമ്മളിവിടെ പഠിക്കുന്നത്, ക്യാപിറ്റൽ ഓഫ് ന്യൂ പാർട്ട്നേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഗുഡ് വിൽ കിട്ടണ്ടേ? ഗുഡ് വിൽ കിട്ടണമെങ്കിൽ എന്ത് വേണം? ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വിൽ ഉദ്ദേശിക്കുന്നത് ബിസിനസ്സിൽ പ്രോഫിറ്റ് വേണ്ടേ, നമുക്ക് റൈറ്റ്സ് വേണ്ടേ. അപ്പോൾ അയാൾ എന്ത് ചെയ്യണം? ബ്രിങ് ദ പോർഷൻ ഓഫ് ഗുഡ് വില്ലിന് കൊണ്ടുവരണ്ടേ. ആ പോർഷൻ ഓഫ് ഗുഡ് വിൽ കണ്ടുപിടിക്കുന്നതാണ് ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വിൽ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വിൽ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വൺ റീവാലുവേഷൻ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റി. അതായത് ഇപ്പോൾ എയും ബിയും ഒരു ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതായത് ഇപ്പം 2 സൈഡും കൂട്ടിക്കഴിഞ്ഞാൽ 1 lakh ഉണ്ട്. ഇവിടെ കുറേ ലാൻഡ് ആൻഡ് ബിൽഡിങ് കുറേ കാര്യങ്ങളുണ്ട്. ഈ ഇവിടെ ഉണ്ടാകുന്ന അസറ്റും ഈ ലയബിലിറ്റിക്ക് എന്ത് ചെയ്യുക? റീവാല്യൂ ചെയ്യുക. പുതിയൊരാൾ വരുന്ന സമയത്ത് അതെന്ത് ചെയ്യുന്നത്? റീവാല്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ആരോ വാതിലിന് മുട്ടുന്നുണ്ടല്ലോ. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യുന്നത്? പുതിയ നിലവിലുള്ള ലയബിലിറ്റി അസറ്റൊക്കെ എന്ത് ചെയ്യുന്നത്? നമ്മൾ റീവാല്യൂ ചെയ്യുന്നത്. എന്നിട്ട് പുതിയൊരു വാല്യൂ, ഇപ്പോൾ എയും ബിയും ഉണ്ടാക്കിയ ബാലൻസ് ഷീറ്റ് അല്ലേ, നമ്മൾ എന്ത് ചെയ്യും? എയും ബിയും സിയും കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബാലൻസ് ഷീറ്റ് നമ്മൾ എന്ത് ചെയ്യും? പ്രിപ്പയർ ചെയ്യും. ദാറ്റ് ഈസ് എ റീവാലുവേഷൻ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റി. നെക്സ്റ്റ് വൺ അഡ്ജസ്റ്റ്മെന്റ് ഫോർ എഴുതി വെക്കേണ്ടതൊക്കെ. അഡ്ജസ്റ്റ്മെന്റ് ഫോർ റിസർവ് ആൻഡ് other accumulated profit or loss. Other accumulated profit or loss.
അതർ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ്. അതായത് ശ്രദ്ധിച്ചോ, നമുക്ക് എയും ബിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കുറേ പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. ഇപ്പം ലാസ്റ്റ് കൊല്ലം 10,000 രൂപ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഈ പ്രോഫിറ്റ് സി എന്ന ഒരാൾ വരുന്ന സമയത്ത് സിക്ക് കിട്ടൂല. കാരണം ഈ പ്രോഫിറ്റ് ഉണ്ടാക്കിയത് ആരാണ്? എയും ബിയും. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പ്രോഫിറ്റ് ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക? എയും ബിയും ആണെന്ന് വിചാരിച്ചോ, അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ഇപ്പോൾ ഈക്വൽ റേഷ്യോയിലാണെങ്കിൽ 5,000 5,000 ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. പ്രോഫിറ്റ് ഉണ്ടാവാം, ഇത് പ്രോഫിറ്റ് ആവാം, ഇതേമാതിരി എന്താവാം? റിസർവ് ആവാം. അതാണ് ഉദ്ദേശിക്കുന്നത് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് റിസർവ് ആൻഡ് റിസർവ് പ്രോഫിറ്റ് അല്ലേ, അഡ്ജസ്റ്റ്മെന്റ് ഓഫ് റിസർവ് ആൻഡ് അതർ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ്. പഴയ പാർട്ട്നേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റും ലോസും ഒക്കെ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് പുതിയത്. ലാസ്റ്റ് വൺ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് capital account of the partner. Adjustment of capital account of partner. പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ, പുതിയ പാർട്ട്നേഴ്സിനെയും കൂടി ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നത്? ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ഇത്ര ഐറ്റംസ് ഉണ്ട്, എക്സാം ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്തെല്ലാം പറഞ്ഞ നമ്മൾ ഫസ്റ്റ് വൺ കാണുന്നില്ലേ? ഓക്കെ, ഫസ്റ്റ് വൺ എന്താ പറഞ്ഞത്? ഫസ്റ്റ് വൺ കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രൊഫിഷ്യൻ റേഷ്യോ, കാൽക്കുലേഷൻ ഓഫ് ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഫസ്റ്റ് വൺ എഴുതി വെക്കാനുണ്ടോ? കാൽക്കുലേഷൻ ഓഫ് ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ന്യൂ പാർട്ട്ണർ ക്യാപിറ്റൽ അക്കൗണ്ട്. സെക്കൻഡ് വൺ എന്താ പറഞ്ഞ നമ്മള്? കാൽക്കുലേഷൻ ഓഫ് ന്യൂ റേഷ്യോ. തേർഡ് വൺ എന്താ പഠിക്കുന്നത്? എന്തൊക്കെയാണ്? കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസിങ് റേഷ്യോ. തേർഡ് വൺ ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വില്ല്. പിന്നെ റീവാലുവേഷൻ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റി, അഡ്ജസ്റ്റ്മെന്റ് ഓഫ് റിസർവ് ആൻഡ് അതർ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ്. ലാസ്റ്റ് വൺ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് എ പാർട്ട്നേഴ്സ്. വേഗം കോപ്പി എല്ലാവരും പെട്ടെന്ന്, സ്പീഡാ. കാൽക്കുലേഷൻ ഓഫ് ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, പുതിയ പാർട്ട്ണർ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് ഇനി പഠിക്കാനുള്ളത്. ഓക്കെ, പുതിയ പാർട്ണർ ക്യാപിറ്റൽ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഹെഡിങ് എഴുതാം. ഫസ്റ്റ് ഭാഗമാണ് ക്യാപിറ്റൽ ഓഫ് എ ന്യൂ പാർട്ണർ. പുതിയ പാർട്ണർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇത് ഒന്നുമില്ല, ഇതിലൊരു ഒറ്റ ചാലഞ്ച് മാത്രമേ എനിക്ക് പഠിക്കാവുള്ളൂ. നിങ്ങൾ ഓൾറെഡി പഠിച്ചായിരിക്കും. പുതിയൊരാൾ ബിസിനസ്സിലേക്ക്, അതായത് ദേവാസുരം എന്നുള്ള പാർട്ണർഷിപ്പ് ഫേമിലേക്ക് നമ്മുടെ ആരെ വേണ്ടി? കർണൻ വരികയാണ്. അപ്പം ദേവി അസുരി ഉണ്ടാക്കിയിട്ടുള്ള പാർട്ണർഷിപ്പ് ഫേമാണല്ലോ. ദേവിയും അസുരി ഉണ്ടാക്കിയുള്ള പാർട്ണർഷിപ്പ് ഫേമിലേക്ക്, ദേവാസുര പാർട്ണർഷിപ്പിലേക്ക് കർണൻ വരികയാണ്. അപ്പൊ ഇയാളെ വരണമെങ്കിൽ ഇയാൾക്ക് രണ്ട് റേറ്റ്സ് ഉണ്ടാവും എന്ന് നമുക്കറിയാം. നമുക്കറിയാം. അപ്പം ആ റേറ്റ്സ് കിട്ടണമെങ്കിൽ അയാൾ ബിസിനസ്സിലേക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലും കൊണ്ടുവരണം. അതായത് ക്യാപിറ്റൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇയാൾക്ക് എന്തിനുമുള്ള അവകാശം ഉണ്ടാവും? അസറ്റിനുമുള്ള അവകാശം ഉണ്ടാവും. ഇയാൾ ബിസിനസ്സിലേക്ക് ഗുഡ് വില്ല് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഗുഡ് വില്ലിന്റെ പോർഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇയാൾക്ക് പ്രോഫിറ്റിനുമുള്ള അവകാശം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതാണ് പഠിക്കുന്നത്, ക്യാപിറ്റൽ അസറ്റിന്റെ മുകളിൽ. ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നത് 1,00,000 രൂപ ക്യാഷ് കൊണ്ടുവന്നു. പിന്നെ അയാളുടെ പേരിലുള്ള ഒരു കാർ ഉണ്ടായിരുന്നു, ഒരു 5 lakh rupees ഒരു കാർ ഉണ്ടായിരുന്നു. ഇത് ഇയാൾ ബിസിനസ്സിലേക്ക് ക്യാപിറ്റലായിട്ടാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ജലൻട്രി എന്തായിരിക്കും? പറ. ഫസ്റ്റ് വൺ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ. ക്യാഷ് എത്ര കൊണ്ടുവന്ന ബിസിനസ്സിലേക്ക്? 1 lakh. പിന്നെ കാർ അസറ്റ് അല്ലേ, കാർ അക്കൗണ്ട് ഡെറ്റർ 5 lakh. 2 കർണൻസ് ക്യാപിറ്റൽ എത്ര ഉണ്ടാവും? 6 lakh. ഓക്കെ, അതായത് പുതിയ പാർട്ണർ ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് ക്യാഷ് ആയിട്ടാവാം, ഗുഡ് വിൽ ആയിട്ടാവാം. ക്യാഷ് ആയാലും ശരി, ഗുഡ് വിൽ ആയാലും ശരി, ബിസിനസ്സിലേക്ക് എന്താ എൻട്രി വരിക? ബിസിനസ്സിന് എൻട്രി +1 പഠിച്ച സാധനം പറ. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ
cash account debtor, asset account debtor to new partner capital account. വേഗം കോപ്പി എല്ലാവരും. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, അസറ്റ് അക്കൗണ്ട് ഡെറ്റർ, ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, ക്ലിയർ? വേഗം കോപ്പി. എല്ലാവരും കംപ്ലീറ്റ് ആയിട്ടെന്ന് വിചാരിക്കുന്നത്. അതായത് ന്യൂ പാർട്ണർ ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവരുന്ന സമയത്തുള്ള എൻട്രി, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ന്യൂ പാർട്ണർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഫസ്റ്റ് പഠിച്ചത് പുതിയ പാർട്ണർ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന ക്യാപിറ്റൽ. നെക്സ്റ്റ് വൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് സാധനമാണ് നമ്മുടെ കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഓക്കെ, എങ്ങനെയാണ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ളത് കുറേ മെത്തേഡ് ഉണ്ട്. അപ്പം അതിലുള്ള ഫസ്റ്റ് മെത്തേഡാണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് രണ്ട് മെത്തേഡ് ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ മെത്തേഡ് ഫോളോ ചെയ്യാം. അപ്പോൾ അതിൻ്റെ മെത്തേഡ് നിങ്ങൾ എഴുതി വെക്കണം എല്ലാവരും. എൻ്റെ ജസ്റ്റ് നിങ്ങൾക്ക് കുറേ ലൈൻ ഉണ്ട്. ആ ലൈൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ പ്രോബ്ലം ചെയ്തതിന് ശേഷം മാത്രമേ പറയുള്ളൂ കേട്ടോ. ഇനി ഹി മേ എഴുതി വെക്കണേ. ഹി മേ അക്വയർ it from old partners. In the same, the first method ആണോ, in the same ratio as they were sharing the profit earlier. Means old profit ratio. ഇതാണ് ഫസ്റ്റ് മെത്തേഡ് നമ്പർ 1. ഹി മേ ഉദ്ദേശിക്കുന്നത് ന്യൂ പാർട്ണർ ആണ് കേട്ടോ. ന്യൂ പാർട്ണർ he may acquire it from the old partners in the same ratio as they were sharing the profit in the earlier. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇത് കണ്ടുപിടിക്കുക എന്നുള്ളത് ജസ്റ്റ് നോക്കാം നമുക്ക്. ഇനി ശ്രദ്ധിച്ചോ, മാത്സിൻ്റെ ഏരിയയാണ്, നല്ല ശ്രദ്ധിക്കുക. നിങ്ങൾ ഇതിന് മുന്നേ പഠിച്ചിട്ടുള്ള മാത്സ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ പറയുന്ന മെത്തേഡ് ഏറ്റവും സിമ്പിളസ്റ്റ് മെത്തേഡ് എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ന്യൂ പ്രോഫിറ്റ് ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. എപ്പോഴെന്ന് വെച്ചാൽ പ്രോബ്ലം എല്ലാം കഴിഞ്ഞിട്ട് പുതിയ പാർട്ണർ വരും. പുതിയ പാർട്ണർ റേഷ്യോസ് എടുക്കുന്നത് ആരെടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഡ് പാർട്ണേഴ്സിൻ്റെ അടുത്തുനിന്നാണ് എടുക്കുന്നത്. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും പ്രിൻ്റ് ഔട്ട് എടുത്തേക്ക്. പ്രോബ്ലം നമ്പർ 1. ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ കണ്ടില്ലേ? എ ആൻഡ് ബി ആർ പാർട്ണർ ഷെയറിംഗ് പ്രോഫിറ്റ് 3:2. ഇത് പേജ് നമ്പർ പറഞ്ഞല്ലോ. എല്ലാവരും പേജ് നമ്പർ പറഞ്ഞോണ്ടാ. പേജ് നമ്പർ പറയാം ഒരാൾ. നല്ല ശ്രദ്ധിച്ച് കേൾക്കണേ. എങ്ങോട്ടുള്ളത് മനസ്സിലായില്ലെങ്കിൽ സാർ അപ്പോൾ പറയാം മനസ്സിലായില്ല എന്ന്. കാരണം എന്ന് വെച്ചാൽ ഇത് അറിഞ്ഞാതെ ഒരു സാധനം മനസ്സിലാവില്ല ഈ ചാപ്റ്ററിൽ. പേജ് നമ്പർ പറ. 29. പേജ് നമ്പർ 29. ക്വസ്റ്റ്യൻ നമ്പർ 1 ചെയ്യാടോ. എ ബി ശ്രദ്ധിക്കണില്ല എല്ലാവരും ആരും പോയിട്ടൊന്നുമില്ലല്ലോ. ഇപ്പം എത്ര പേരുണ്ട്? 19 പേര്. അതിൽ 2 ഞാൻ തന്നെയാണ് വരുന്നത് അല്ലേ? 31 അത് 2 ക്വസ്റ്റ്യൻ ഉണ്ട് അതേ പേരുള്ള. ഓക്കെ, സോറി. പേജ് നമ്പർ 31. 31 അല്ലേ? എല്ലാവരും കിട്ടിയില്ലേ? ഇനി ശ്രദ്ധിക്കുക, അവിടെ ഒന്നും നോക്കണ്ട കേട്ടോ. അവിടെ മാത്രം ഈ സ്ക്രീനിൽ കാണുന്നില്ലേ? ഞാൻ ഇവിടെ തന്നെ പ്രോബ്ലം ചെയ്യും കേട്ടോ. എ ആൻഡ് ബി ആർ പാർട്ണർ ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻ ദി റേഷ്യോ 3:2. അതായത് 2 പാർട്ണർമാരുണ്ട്, എയും ബിയും. അവരുടെ റേഷ്യോ, ഒരാളെ റേഷ്യോ 3ഉം ഒരാളെ റേഷ്യോ 2ഉം ആണ്. ഓക്കെ,
സി എന്ന ഒരാൾ പുതിയൊരാൾ വന്നിട്ടുണ്ടല്ലോ. സി എന്ന് പറഞ്ഞ പുതിയൊരാൾ വന്നിട്ടുണ്ട്. അയാളെ സി അഡ്മിറ്റ് ചെയ്തപ്പം അയാൾക്ക് എത്ര കൊടുത്തിട്ടുണ്ട്? 1/6 ഷെയർ ഓഫ് പ്രോഫിറ്റ്. അയാൾക്ക് 1/6 ഷെയർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. കാൽക്കുലേറ്റ് ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ ഓഫ് ദി പാർട്ണർ. പുതിയ പാർട്ണേഴ്സിന്റെ റേഷ്യോസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഓക്കെ, നല്ല ശ്രദ്ധിച്ചോട്ടോ. നമ്മുടെ പുതിയ എയും ബിന്റെ റേഷ്യോ ഇത് നമ്മളെ ഓൾഡ് റേഷ്യോ ആണ്. എയും ബിന്റെ ഓൾഡ് റേഷ്യോ ആണ്. ഇനി പുതിയൊരാൾ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് സിക്ക് 1/6 കൊടുത്തു. അങ്ങനെയാണെങ്കിൽ പുതിയ റേഷ്യോസ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കണം. അങ്ങനെ അത് ഈ എയും ബിയും കൊടുത്തത്, ഈ സിക്ക് കൊടുത്തത് എയും ബിയും അവരുടെ റേഷ്യോസ് ഒന്നല്ലേ കൊടുത്തിട്ടുണ്ടാവുക. അത് എത്ര ഉണ്ടായും? അത് എവിടുന്ന് എടുത്ത് അവർ കൊടുത്തത്? നോക്ക്, ശ്രദ്ധിക്കട്ടോ. എയും ബിയും അവരുടെ റേഷ്യോസിൽ നിന്നാണ് സിക്ക് കൊടുത്തിട്ടുണ്ടാവുക. അവർക്ക് കിട്ടാനുള്ള പ്രോഫിറ്റിൽ നിന്നാണ് ഇവർക്ക് സിക്ക് 1/6 കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ന്യൂ റേഷ്യോ എത്ര ആയിരിക്കും? പുതിയ റേഷ്യോ എത്ര ആയിരിക്കും? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ന്യൂ റേഷ്യോ എത്ര ഉണ്ടായിരിക്കും? ആരെങ്കിലും പറയും. എയും ബിയും സിന്റെ പുതിയ റേഷ്യോ പറ. 5/6. ന്യൂ റേഷ്യോ ഫൈനൽ ആൻസർ 3:2:1. 3:2:1. ശരിയല്ലേ? നമുക്ക് സിക്ക് 1/6 കൊടുത്ത് മൊത്തം 6ന്റെ 3, 2, 1. ഓക്കെ. അപ്പൊ ഏൻ്റെത് 3, എന്റെ 3, ബിന്റെ 2, സിൻ്റെത് 1. ഓക്കെ. ഈ ആൻസർ നമ്മൾ ഫൈനൽ ആൻസർ ശരിയാണ്. പക്ഷേ എപ്പോഴും ഈ മെത്തേഡ് നിങ്ങൾ അപ്ലൈ ചെയ്യരുത്. എപ്പോഴും നിങ്ങൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാലും ആൻസർ തെറ്റായിരിക്കും. പക്ഷേ ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ഇവിടെ ഇങ്ങനെ തന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ നോക്കാം നമുക്ക്. ഓക്കെ. നോക്കിയോ, നമ്മുടെ ഇത് നമുക്ക് നല്ലൊരു കേക്കാന്ന് വിചാരിക്കാം. ഈ കേക്കിനെ മൊത്തം 6 ഭാഗയിലപ്പം 1, 2, 3, 4, 5, 6. ഓക്കെ. ഇത് എയും ബിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കേക്കാണ്. ഇതിൽ എത്ര ഭാഗമുണ്ട്? കേക്കിൽ 6 പീസ് ഉണ്ട്. ഒരു പീസ് ആർക്ക് കൊടുത്തു? നമ്മൾ സിക്ക് കൊടുത്തു. ഓക്കെ. അതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടെ. എയും ബിയും ഉണ്ടാക്കിയിട്ടുള്ള കേക്ക് പീസ് 6 പീസ് ഇല്ലേ? അതായത് 6/6 അല്ലേ അത് ഉദ്ദേശിക്കുന്നത്? 6 പീസ് ഉണ്ടല്ലോ. ആ ഒരു പീസിൽ നിന്ന് സിക്ക് ഒരു പീസ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എൻ്റെ കൂടെ റെസ്പോണ്ട് ചെയ്യണം. എല്ലാവരും മൈക്ക് ഓഫ് ഇതാക്കിയിട്ട് എൻ്റെ കൂടെ റെസ്പോണ്ട് ചെയ്യണേ. അൺമ്യൂട്ട് ചെയ്തിട്ട്. എയും ബിയുടെ റിമൈനിങ് ഈ കേക്കിൽ എത്ര പീസ് ഉണ്ടാവും ഇവിടെ? ഒരു ഭാഗം സി കൊടുത്ത്. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര പീസ് ഉണ്ടായിരിക്കും ഇവിടെ? വേഗം പറ. വേഗം പറ. ആരും ഇല്ലേ? എയും ബിയും മൊത്തം ഉണ്ടാക്കിയത് 6 പീസ് ഉണ്ട്. 6 പീസിൽ സിക്ക് ഒരു പീസ് കൊടുത്ത്. ബാക്കി എത്ര പീസ് ഉണ്ട് അവിടെ? 5. അതായത് ഈ പീസ് ഉണ്ടായിരിക്കും, ഈ പീസ് ഉണ്ടായിരിക്കും, ഈ പീസ് ഉണ്ടായിരിക്കും, ഈ പീസ് ഉണ്ടായിരിക്കും, ഈ പീസ് ഉണ്ടായിരിക്കും അല്ലേ? അതായത് എയും ബിന്റെയും ഇപ്പോഴത്തെ പീസ് എത്ര ഉണ്ടായിരിക്കും? 5/6 അല്ലേ? നിങ്ങൾ മനസ്സിലാവുണ്ടോ? മനസ്സിലാവണം വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എയും ബിയും സിക്ക് കൊടുത്തിട്ടുള്ള സിക്ക് 1/6 കൊടുത്തിട്ടുണ്ട്. അത് ഈ 6/6 എന്നല്ല കൊടുത്ത 1/6. അങ്ങനെയാണെങ്കിൽ ബിസിനസ്സിൽ ബാക്കി 5/6 പീസ് ഉണ്ടായിരിക്കും. 5/6 അല്ലേ ഉണ്ടാവുക? അങ്ങനെയാണെങ്കിൽ ഈ 5/6ന്റെ മുകളിലാണ് ഈ റേഷ്യോസ് അപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് ന്യൂ റേഷ്യോ കിട്ടും. എങ്ങനെയാ നോക്കാം. ഓക്കെ. സിന്റെ റേഷ്യോ നമുക്ക് കിട്ടി. സിന്റെ റേഷ്യോ 1/6 ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ എൻ്റെതും ബിന്റെ റേഷ്യോസ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. എന്റെ റേഷ്യോസ് എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ മൊത്തം റിമൈനിങ് പീസ് എത്രയുണ്ട് ഇവിടെ ബിസിനസ്സിൽ? എനും ബിക്കും 5/6 അല്ലേ? 5/6 ഇൻറ്റു ഓക്കെ ഇവരെ ഓൾഡ് റേഷ്യോ അല്ലേ? ഇത് ഓൾഡ് റേഷ്യോ അല്ലേ? ഇവർ രണ്ടുപേരും ഓൾഡ് റേഷ്യോ എത്രയുണ്ട്? 3/5. അപ്പം എത്ര ഉണ്ടാവും?
ഇൻറ്റു ആയതുകൊണ്ട് നേരെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഞാൻ ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾ ബാക്സും ഫോളോ ചെയ്ത് മൊത്തം ഞാൻ ഈ അടുത്ത ചാപ്റ്ററിലും കുറേ ഏരിയ ഇങ്ങനെ വരുന്നുണ്ട്. ഫുൾ ഒരേ മാതിരി ഡിസ്കസ് ചെയ്യുക. നിങ്ങൾ സ്കൂളിൽ എങ്ങനെയാണ് പഠിച്ചത് എനിക്ക് അറിയില്ല. ഏറ്റവും ബേസിക് മെത്തേഡാണ് ഇതാണോ അത് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഇൻറ്റു ആയതുകൊണ്ട്. അപ്പോൾ എത്ര ഉണ്ടാവും? 15/30 ഉണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ ബീൻ്റെ റേഷ്യോസ് എങ്ങനെ കണ്ടുപിടിക്കുക? ബീൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5/6 ഇൻറ്റു ബീൻ്റെ ഉള്ളിൽ റേഷ്യോ എത്ര? ബീൻ്റെ ഉള്ളിൽ റേഷ്യോ എത്ര? ഇൻറ്റു 2/5. അപ്പോൾ എത്ര കിട്ടും? 10/30 കിട്ടും. ഇനിയാണ് പ്രശ്നം. ശ്രദ്ധിക്കുകയെ, നല്ല ശ്രദ്ധിച്ചോട്ടോ. നമ്മുടെ സീൻ്റെ റേഷ്യോ നമുക്കറിയാം. ഇപ്പോൾ എത്ര ഉണ്ട്? 1/6 ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ റേഷ്യോസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് 15:10:6 എന്ന് എഴുതാൻ പാടില്ല. കാരണം ഇതിൻ്റെയൊക്കെ ഡിനോമിനേറ്റർ എത്രയാണ്? 30ആണ്. ഇതിൻ്റെ ഡിനോമിനേറ്റർ 30ആണ്. ഇതിൻ്റെ ഡിനോമിനേറ്റർ 6ആണ്. അപ്പോൾ എല്ലാ ഡിനോമിനേറ്റർ ഒന്നാക്കണം. അതായത് എല്ലാത്തിനും ഡിനോമിനേറ്റർ ഒന്നാക്കണം. ഇനി ശ്രദ്ധിച്ചതാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഇവിടെ 30 ആയതുകൊണ്ട് ഇവിടെ 30 ആയതുകൊണ്ട് നമുക്ക് ഇനി കിട്ടാൻ പോകുന്ന ആൻസറിൻ്റെ ഡിനോമിനേറ്ററും ഇതിൻ്റെ ഡിനോമിനേറ്റർ 30 ആണ്. സിയുടെ ഡിനോമിനേറ്റർ 30 ആണ്. എന്ത് ചെയ്ത് കഴിഞ്ഞാലാണ്, അതായത് മുകളിലും താഴെയും എന്ത് ചെയ്ത് കഴിഞ്ഞാലാണ് 30 കിട്ടുക എന്ന് നോക്കുക. 30ലേക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഏറ്റവും എളുപ്പ വഴിയെന്ന് വെച്ചാൽ 30/6 അടിക്കുക. അപ്പോൾ നമുക്ക് 5 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? മുകളിലും നോമിനേറ്ററും ഡിനോമിനേറ്ററും എന്ത് ചെയ്താൽ മതി? മുകളിലും താഴെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 5/30 കിട്ടും. അപ്പോൾ പുതിയ റേഷ്യോസ് എങ്ങനെ വന്ന്? 15:10:5. അപ്പോൾ ഇത് ചെറുതാക്കി കൂടെ? അതായത് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തൂടെ? 5:2:1. എപ്പോഴും റേഷ്യോസ് സിംപ്ലസ്റ്റ് മെത്തേഡ് ആയിരിക്കണം. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഈ മെത്തേഡ് പ്രകാരം എങ്ങനെ എന്തെങ്കിലും പറയണോ? എവിടെ സ്റ്റെപ്പ് മനസ്സിലായില്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞോളി. ആ സീൻ്റെ ഇത് പറയണോ? നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. സീൻ്റെ അത് കിട്ടിയത് ഒന്നുകൂടി പറയണോ? ഹലോ, ഇതൊന്നും കൂടി പറയണമെന്ന് ഉദ്ദേശിക്കുന്നത്. മെസ്സേജ് അയച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ മെത്തേഡ് പ്രകാരം ന്യൂ റേഷ്യോ കണ്ടുപിടിക്കൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായിട്ടുണ്ട്. റിമൈനിങ് പോർഷൻ ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻറ്റു ഓൾഡ് റേഷ്യോ. റിമൈനിങ് പോർഷൻ ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻറ്റു ഓൾഡ് റേഷ്യോ ആണ് ഈ മെത്തേഡ് പ്രകാരം എന്ത് ചെയ്യുക? ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, നിങ്ങൾ കോപ്പി ചെയ്യില്ലേ? ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ മെത്തേഡ് ഒന്ന് പറഞ്ഞുതരാം. എങ്ങനെയാണ് ഇതിൻ്റെ മെത്തേഡ് വന്നിട്ടുണ്ടാവുക എന്നുള്ളത്. മെത്തേഡ് പറഞ്ഞുതരാം. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം കോപ്പി, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മെത്തേഡിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 1 ഫുള്ള് കോപ്പി, മനസ്സിലാക്കി കോപ്പി. ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയെടുക്കണേ. നിങ്ങൾ നേരത്തെ എഴുതിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ഇപ്പോൾ എഴുതിയെടുക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ ഇതല്ല ഇതുമല്ല. ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് നമ്മളെ വിക്ടേഴ്സിലെ ക്വസ്റ്റ്യൻ ആണ്. മുരളി ആൻഡ് സുനിൽ ആർ പാർട്ണർ in a firm sharing profit in the ratio 3:2. They admit Smita as a new partner with 1/5 share in future profit of the firm. Calculate new proportion ratio. 2 മിനിറ്റ് ആയി വരാം. ആൻസർ നോടിക്കാം. ഓക്കെ, 2 മിനിറ്റ് ആയി. ഞാൻ ചെയ്ത് അതേ നല്ല വൃത്തിയിലായിട്ട് ചെയ്യും. ഞാൻ ചെയ്ത് വൃത്തിയില്ല എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നല്ല ഈ ക്വസ്റ്റ്യനിൽ
ഇവരും എന്താ പറയുക, മുരളിയും സുനിലും ഉണ്ടാക്കിയിട്ടുള്ള കേക്കാണിത്. ഇവർ മൊത്തം 1 2 3 4 5 ഭാഗമുണ്ട്. അതായത് 5/6 5/5 ഉണ്ട്. ആ 5/5 ഒരു ഭാഗം ആർക്ക് കൊടുത്തു? സ്മിതക്ക് കൊടുത്തു. അതാണ് 1/5. ബാക്കി റിമൈനിങ് പോർഷൻസ് ഇത്ര ഭാഗം ഉണ്ടല്ലോ. ഇത്ര ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4/5 അല്ലേ. 5ന്റെ ഒരു ഭാഗം സ്മിതക്ക് കൊടുത്ത് ബാക്കി 4 ഭാഗം ബാക്കി 4 ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുരളീൻ്റെതും സുനിലിൻ്റെതും അല്ലേ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇവർ കണ്ടുപിടിക്കുക? അതായത് റിമൈനിങ് പോർഷൻസ് ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻറ്റു ഓൾഡ് റേഷ്യോ ആണ്. അപ്പോൾ മുരളിൻ്റെ റേഷ്യോ ഈക്വൽ ടു 4/5 ഇൻറ്റു ഓൾഡ് റേഷ്യോ അല്ലേ. ഇതാണ് ഓൾഡ് റേഷ്യോ. 3/5. അപ്പം നമുക്ക് എന്ത് കിട്ടും? 12/25 കിട്ടും. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുനിലിൻ്റെ റേഷ്യോ ഈക്വൽ ടു 4/5 ഇൻറ്റു എത്രയായിരുന്നു? 2/5. 4/5 ഇൻറ്റു 2/5 ഈക്വൽ ടു 8/25. സ്മിതന്റെ റേഷ്യോ നമുക്ക് ഓൾറെഡി അറിയാം. സ്മിതന്റെ റേഷ്യോ എത്രയുള്ളത്? 1/5 ആണ്. പക്ഷേ ഇതിന്റെ എല്ലാം ഡിനോമിനേറ്റർ എത്ര കിടക്കുന്നത്? 25 കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഡിനോമിനേറ്റർ എത്രയിലേക്കാണ്? 25 അപ്പോൾ നമുക്ക് ആൾറെഡി 25 ഡിനോമിനേറ്റർ വേണം. അപ്പോൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നോമിനേറ്ററും ഡിനോമിനേറ്ററും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് 25 കിട്ടുന്നത് ആദ്യം ആലോചിക്കാം. അപ്പോൾ 25/5 അടിക്കുക കാൽക്കുലേഷൻ. അപ്പോൾ 5 ചെയ്താൽ മതി. ഈ 5 ഉദ്ദേശിക്കുന്നത് ഈ 5 ആണ് കേട്ടോ. അപ്പോൾ 5/5 നോമിനേറ്ററും ഡിനോമിനേറ്ററും 5 ഗുണിച്ച് കഴിഞ്ഞാൽ 5/25 കിട്ടും. അപ്പോൾ ന്യൂ റേഷ്യോ ഈക്വൽ ടു 12:8:5. ചെറുതാക്കാൻ പറ്റില്ല, കാരണം ഇതെല്ലാം ഒറ്റസംഖ്യയും ഇത് ഒറ്റസംഖ്യയായിട്ട്. ഓക്കെ, അപ്പം ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മളെ മെത്തേഡിൻ്റെ പേരൊന്ന് വായിക്കുക. നിങ്ങളാരെങ്കിലും എന്തായിരുന്നു മെത്തേഡിൻ്റെ പേര്? എഴുതിയിരുന്നു ഓർമ്മ ഉണ്ടായിരിക്കും. ഒരാൾ വായിച്ചു തരുമോ മെത്തേഡിൻ്റെ പേര്? ഒന്ന് വായിക്കലോ. ഒന്ന് വായിച്ചു ഒരാൾ മെത്തേഡിൻ്റെ പേര് വായിക്കുക. എന്നാലും കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് എനിക്ക് നോട്ട് ചെയ്ത് തന്നിട്ടില്ലേ. എന്താണല്ലോ പറ എന്തായിരുന്നു മെത്തേഡിന്റെ പേര്? പറഞ്ഞോണ്ടോ? ആ പേജ് ഇപ്പൊ മിസ്സായതാണ്. ഹലോ, കാൽക്കുലേഷൻ ന്യൂ പ്രോഫിറ്റ് ഓക്കെ ഒറ്റ മിനിറ്റ്. എന്തായിരുന്നു മെത്തേഡിന്റെ പേര്? എന്തായിരുന്നു? നിങ്ങൾ എല്ലാവരും നോട്ട്ബുക്കിലൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അവിടെ സ്ക്രീൻ നോട്ടോടെ മിസ്സായതാണ്. ഒറ്റ മിനിറ്റ്, എവിടെ കിടക്കുന്നുണ്ട് ഇത്? ആരെ ചോറിക്കാൻ വിളിക്കുന്നത്? ഓക്കെ, ഇതാണ് മെത്തേഡ്. He may acquire it from all the partners in the same ratio where they share the profit in the earlier profit ratio. ശ്രദ്ധിച്ചിട്ടോ? അതായത് പുതിയ പാർട്ണർ അക്വയർ ചെയ്യുന്നത് എവിടെ നിന്ന്? ഓൾഡ് പാർട്ണേഴ്സിൻ്റെ അടുത്ത് നിന്ന്. ഇൻ ദി സെയിം റേഷ്യോ ആസ് ദേ വെർ ഷെയറിംഗ് ദ പ്രോഫിറ്റ് ഏർലിയർ. അതായത് അവർ ഇതിന് മുന്നേ നേടിയിട്ടുള്ള ഓൾഡ് പാർട്ണേഴ്സ് നേടിയിട്ടുള്ള ഓൾഡ് പ്രോഫിറ്റ് റേഷ്യോൻ്റെ മുകളിൽ. അതായത് ന്യൂ പാർട്ണർ അക്വയർ ഫ്രം ദി ഓൾഡ് പാർട്ണേഴ്സിൻ്റെ അടുത്ത് അക്വയർ ചെയ്യുന്നത്, പുതിയ ഓൾഡ് പാർട്ണേഴ്സിൻ്റെ അക്വയർ ചെയ്യുന്നത് ആ ഓൾഡ് പാർട്ണേഴ്സ് ഇതിന് മുന്നേ അക്വയർ ചെയ്തിട്ടുള്ള ഓൾഡ് പ്രോഫിറ്റ് റേഷ്യോൻ്റെ മുകളിലാണ് പുതിയ പാർട്ണർ റേഷ്യോസ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. നെക്സ്റ്റ് വൺ, മെത്തേഡ് നമ്പർ 2 ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കുട്ടികൾക്ക് ഭയങ്കര കോംപ്ലിക്കേഷൻ ഏരിയയാണ്. ശ്രദ്ധിച്ച് കേട്ടിരിക്കുക കേട്ടോ. മെത്തേഡ് നമ്പർ 2 ഇതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കഴിയുമ്പോൾ തന്നെ ടൈം എടുക്കും.
മെത്തേഡ് നമ്പർ 2, ഹി മേ അക്വയർ, അതായത് ന്യൂ പാർട്ണർ മേ അക്വയർ ഇറ്റ്സ് ഈക്വലി with the ഓൾഡ് പാർട്ട്നേഴ്സ്. അതായത് പുതിയ പാർട്ണർ അക്വയർ ചെയ്യുന്നത് ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഈക്വൽ ആയിട്ടാണ് അക്വയർ ചെയ്യുന്നത്. ഓക്കെ, എല്ലാവരും ശരിയാണെങ്കിൽ ഇതൊക്കെ ഓക്കെ. നമുക്ക് 100 എടുക്കാം. 100 ഡിവൈഡ് ബൈ 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 അല്ലേ? നല്ല ശ്രദ്ധിക്കണേ, മനസ്സിലായി പറയണേ. 100 ബൈ 100 എന്ന 1 അല്ലേ? 1ന്റെ ഹാഫ് എത്ര? അതായത് 100ന്റെ ഹാഫ് എത്ര? 50 അല്ലേ? 50 ഡിവൈഡ് ബൈ 50 അല്ലേ ഉദ്ദേശിക്കുന്നത്? അതായത് ഈ 50 പറയുമ്പോൾ 1/2 അല്ലേ? അതായത് 1ന്റെ പകുതി 1/2 ആണ് അല്ലേ? അല്ലേ? എടാ നിങ്ങളെല്ലാവരും മൈക്ക് ഓഫ് ചെയ്യ്, മൈക്ക് ഓൺ ആക്ക്. 1/2ന്റെ പകുതി എത്ര? റിപ്ലൈ പറ്റേ എല്ലാവരും അൺമ്യൂട്ട് ചെയ്യും. 1/2ന്റെ ഹാഫ് എത്ര? 1/4 ആണ്. അതായത് ഹാഫ്, ഇത് ഹാഫാണ്, അപ്പൊ ഇതെന്താണ്? ക്വാർട്ടർ ആണ്, കാൽഭാഗല്ലേ? അങ്ങനെയാണെങ്കിൽ 1/4ന്റെ ഹാഫ് എത്ര? 1/8. അങ്ങനെയാണെങ്കിൽ 1/8ന്റെ ഹാഫ് എത്ര? 1/60. 1/16ന്റെ ഹാഫ് എത്ര? 1/32. 32. ഓക്കെ, ഇനി മൈക്ക് അൺമ്യൂട്ട് ചെയ്താളാം. എല്ലാവരും അൺമ്യൂട്ട് ചെയ്യും. എല്ലാവരും അൺമ്യൂട്ട് ചെയ്യും. ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചു കേട്ടോ. ഇത് മൈക്ക് അൺമ്യൂട്ട് ചെയ്യും. ഇനി ഞാൻ ചെയ്യുന്നത് വെച്ചാൽ നമ്മളിവിടെ എന്താ ചോദിച്ചാൽ ഡിനോമിനേറ്റർ ഡബിൾ ആക്കി കൊടുത്തു. അപ്പം നമുക്ക് ഹാഫ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇല്ലേ 1/5ന്റെ ഹാഫ് എത്ര? 1/10 ആണ്. 1/10ന്റെ ഹാഫ് എത്ര? 1/20 ആണ്. ഓക്കെ, ഇത് വേഗം നോട്ട് ചെയ്ത് വെക്ക് കേട്ടോ. ഹാഫ് ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഡബിൾ ചെയ്താൽ മതി കേട്ടോ. സാധാ തന്ന സംഖ്യനെ ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഹാഫ് കിട്ടും കേട്ടോ. ഒന്ന് വേഗം വേഗം നോട്ട് ചെയ്ത് വെക്ക് എല്ലാവരും. നമ്മൾ അടുത്ത പ്രോബ്ലത്തേക്ക് ആവശ്യമുണ്ട്. മിനിറ്റ്. അതായത് സി എന്ന് പറഞ്ഞ ഒരു പുതിയൊരാൾക്ക് കൊടുത്ത റേഷ്യോ 1/5 ആണ്. അത് എ കൊടുത്തതും ബി കൊടുത്തതും ഈക്വൽ ആണ് ഉദ്ദേശിക്കുന്നത്. ഈക്വൽ മീൻസ് ഹാഫ് ആണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 1/5ന്റെ ഹാഫ് ആണ് 1/10. 1/10 ഇവരും കൊടുത്ത്. അപ്പോൾ എ കൊടുത്തത് 1/10ഉം ബി കൊടുത്തത് 1/10 ആണ്. അതാണ് ഇവിടെ പറഞ്ഞത് കണ്ടോ. ഈക്വലി ഫ്രം 1/10 ഫ്രം എ ആൻഡ് 1/10 ഫ്രം ബി. കാൽക്കുലേറ്റ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അതായത് എയും ബിയും അവര് റേഷ്യോസ് കൊടുത്തത് എത്രയാണ്? 1/10ഉം 1/10ഉം. എവിടെ നിന്നിട്ടാണ് എയും ബിയും ഈ 1/10 കൊടുത്തത്? എവിടെ നിന്നിട്ടാണ്? അവരെ ഓൾഡ് റേഷ്യോ ആയിട്ടുള്ള 5:3 നിന്നല്ലേ ഇവർ 1/10ഉം ഈ 1/10ഉം കൊടുത്തത്. അതായത് ഇവര് 5/8 ഉണ്ടായിരിക്കും അല്ലെ? 5/8ഉം 3/8 നിന്നാണ് എ എത്ര കൊടുത്ത്? 1/10ഉം ബി 1/10ഉം കൊടുത്തത്. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ പറഞ്ഞത്. മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ന്യൂ പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിക്കാം നോക്കാം നമുക്ക്. ശ്രദ്ധിച്ചോ, എന്റെ ന്യൂ പ്രോഫിറ്റ് റേഷ്യോ, അതേമാതിരി ബിന്റെ ന്യൂ പ്രോഫിറ്റ് റേഷ്യോ, സിന്റെ ന്യൂ പ്രോഫിറ്റ് റേഷ്യോ. എന്റെ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എവിടുന്നാ കൊടുത്തത്? നല്ല ശ്രദ്ധിക്കട്ടോ, മാത്സ് പല രീതിയിലും ചെയ്യാം. ഞാൻ ഏറ്റവും എളുപ്പമുള്ള രീതി എനിക്ക് മനസ്സിലാകുന്ന നിങ്ങൾക്ക് പല മെത്തേഡ് ഉണ്ടായിരിക്കും. എ കൊടുത്തത് ഈ 5/8 നിന്നാണ് 1/10 കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ 5/8 നിന്ന് 1/10 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര കിട്ടും? അതിൻ്റെ റേഷ്യോ കിട്ടുമല്ലോ. അതായത് 5/8 മൈനസ്
1/10. 5/8 ഡിവൈഡ് ബൈ 1/10. അങ്ങനെ ചെയ്യാണ്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ ബീൻ്റെ എത്ര കിട്ടുക? ബീൻ്റെ റേഷ്യോ ഈക്വൽ ടു 3/8 മൈനസ് എത്ര കൊടുത്തത്? 1/10. സീൻ്റെ റേഷ്യോ നമുക്കറിയാം 1/5 ആണ്. എങ്ങനെ ചെയ്യുക? ശ്രദ്ധിച്ച് കേൾക്കുക. നല്ല സുഖമാണ്. ഞാൻ ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾ എപ്പോഴും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത്ര എളുപ്പമാണ്. പല മെത്തേഡിലും ചെയ്യുക. ഇവിടെ ഇൻറ്റു ആണെങ്കിൽ നേരെ മൾട്ടിപ്ലൈ ചെയ്താൽ മതിയിരുന്നു. ഇവിടെ മൈനസ് ആണ്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കണേ, 10ഉം 8ഉം പോകുന്ന കോമൺ ആയിട്ടുള്ളൊരു സംഖ്യ എടുക്കുക. നിങ്ങൾക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത ആൻസർ കിട്ടും. അത് ലെങ്തി ആയിട്ട് പോകും. 10ഉം 8ഉം കോമൺ ആയിട്ട് പോകുന്ന ഒരു സംഖ്യ പറയാം. 80 പോകും. 10ഉം 8ഉം 80 പോകും. 10ഉം 8ഉം 40 പോകും. പോകൂലേ? അങ്ങനെയാണെങ്കിൽ 10ഉം 8ഉം ഞാൻ എത്ര എടുത്ത്? 40 പോകുന്ന ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ എന്ത് ചെയ്യുക? 10ഉം 8ഉം 40 പോകും. അപ്പം 40 എടുക്കുക. ഡിനോമിനേറ്റർ 40 എടുത്ത്. അപ്പോൾ സാറ് കൺഫ്യൂഷൻ ഇല്ലേ? 8 × 10ഉം 8ഉം 80 പോകില്ലേ? അത് എടുത്തൂടെ? 80 പോകും, അത് എടുക്കാം. പ്രശ്നമില്ല, ആൻസർ റെഡി ആയിരിക്കും. ഇനി ഇവിടെ ഇത് ഇങ്ങനെയായിരുന്നു. ഇവിടെയും 10, ഇവിടെയും 10. ഡിനോമിനേറ്ററും 10, സോറി, ഈ ഡിനോമിനേറ്റർ ഇവിടെ 10ഉം ഇവിടെ ഡിനോമിനേറ്റർ 10ഉം. അങ്ങനെയാണെങ്കിൽ 10ഉം 10ഉം കോമൺ ആയിട്ട് പോകുന്നതുകൊണ്ടെങ്കിൽ 10 എടുക്കാമായിരുന്നു. വേറെ ക്വസ്റ്റ്യൻ നമുക്ക് വരും. ഓക്കെ, ഇവിടെ ഡിനോമിനേറ്റർ 5 ആണ്, ഇവിടെയും ഡിനോമിനേറ്റർ 5 ആണ്. അങ്ങനെയാണെങ്കിൽ 5 എടുക്കാം. ഇതിവിടെ എന്തുകൊണ്ടാണ് 40 എടുത്തു കഴിഞ്ഞാൽ 8ഉം 10ഉം 10 പോകില്ല. അത് രണ്ടും പോകുന്ന കോമൺ ആയിട്ടുള്ള സംഖ്യ ഏതാ കണ്ടുപിടിക്കുക. ആ കോമൺ ആയിട്ട് പോകുന്ന സംഖ്യയാണ് ഏത്? 40. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ന്യൂ റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കുക? ശ്രദ്ധിച്ചോട്ടോ. അപ്പം നമ്മൾ എന്താ ചെയ്തത്? 8ഉം 10ഉം പോകുന്ന കോമൺ ആയിട്ട് സംഖ്യ 40 ഉണ്ട്. 40ൽ എത്ര 8 ഉണ്ട് നോക്കുക. ഈ ഭാഗത്തേക്ക് വരിക. 40ൽ എത്ര 8 ഉണ്ട്? 5 പ്രാവശ്യം 8 പോകും അല്ലേ? 5 × 8 40 അല്ലേ? അപ്പം 5 × 8 40 ആണ്. അപ്പം 5 × നേരെ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. 5 × 5 25. ഫസ്റ്റ് കേൾക്കുമ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടാവും. നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന ഇത് ആൻസർ കിട്ടും. പക്ഷേ അത് വലിയ വലിയ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനി 40ൽ എത്ര 10 ഉണ്ട് നോക്കുക. 40ൽ എത്ര 10 ഉണ്ട്? 4 10. അങ്ങനെയാണെങ്കിൽ 4 × 1 4. അപ്പോൾ ആൻസർ എത്ര കിട്ടി? മൈനസ് ആയതുകൊണ്ട് മൈനസ് ഇട്ടു കേട്ടോ. അതുകൊണ്ട് മൈനസ് ആയതുകൊണ്ട് ഇവിടെ മൈനസ് ഇട്ട്. അപ്പോൾ എത്ര കിട്ടിയ ആൻസർ? 25 ഡിവൈഡ് ബൈ 25 മൈനസ് 4 = 21 ഡിവൈഡ് ബൈ 40. ഇനി ഇവിടെ 40 എടുക്കുക. 8ഉം 10ഉം പോകുന്ന രണ്ടും ഒപ്പരം പോകുന്ന സംഖ്യ അല്ല. 10 8ലും പോകില്ല, 8 10ലും പോകില്ല. അപ്പോൾ കോമൺ ആയിട്ട് പോകുന്ന സംഖ്യയാണ് 40. 40ൽ എത്ര 8 ഉണ്ട്? 5 8. 5 8 40 അല്ലേ? 5 × 3 15 മൈനസ് 40ൽ എത്ര 10 ഉണ്ട്? 4 വർഷം. 4 മൈനസ് 1 സോറി 4 × 1 4 = 11 ഡിവൈഡ് ബൈ 40. ഇനി ഇത് രണ്ടും ഇവിടെ എല്ലാം കോമൺ ആയിട്ട് ഡിനോമിനേറ്റർ 40ആണ്. ഇത് 40 ആണ്. അപ്പം നമുക്ക് കിട്ടാൻ പോകുന്ന ഡിനോമിനേറ്റർ എത്രയിലേക്ക് മാറ്റണം? 40ലേക്ക് മാറ്റണം. അപ്പം എന്ത് ചെയ്താൽ മതി? 40 ഡിവൈഡഡ് ബൈ 5, ഈ 5. അപ്പോൾ ഇത് കഴിഞ്ഞാൽ 8 കിട്ടും. അപ്പോൾ ഇതിനെ ന്യൂമറേറ്റർ 8 കൊണ്ട് ഗുണിക്കുക, ഡിനോമിനേറ്റർ 8 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എന്തായിട്ട് കിട്ടുക? 8 കിട്ടും. ഇൻറ്റു ആയതുകൊണ്ട് നേരെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതൊന്നും ചെയ്യണം നിങ്ങൾ. അപ്പോൾ ന്യൂ റേഷ്യോ ബിറ്റ്വീൻ A:B:C = 21:11:8. ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡാണ്. ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആൻസർ കിട്ടും. പക്ഷേ അത് ഇവിടെയൊക്കെ വലിയ വലിയ സംഖ്യ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ തെറ്റും. കുറേ ടൈം എടുക്കും. ഓക്കെ, മനസ്സിലായോ? എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ പറഞ്ഞോളൂ.